ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യണം. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 3 ഫ്ലോറുള്ള ഒരു ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടെറസിലാണ് നമ്മളതിൻ്റെ ഇലക്ട്രിക്കൽ റൂം നമ്മൾ ഏകദേശം കണ്ടിട്ടുള്ളത്. അതിനു വേണ്ടി ചെറിയൊരു പ്ലിന്തൊക്കെ ഈ റൂം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോർമർ, അതുപോലെ MSP പാനൽ ബോർഡുകളൊക്കെ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അതിൻ്റെ വർക്കൊന്നും റെഡി ആയിട്ടില്ല. അതിൻ്റെ മുമ്പ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മൾ UG കേബിളിൽ മൺകോല ചെയ്ത് കണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കേബിൾ ട്രേ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയൽ ടീമെല്ലാം വന്നിട്ട് കേബിൾ ട്രേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡക്റ്റ്, നേരെ താഴെ വരെ 3 ഫ്ലോറിലേക്കും എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു ഡക്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അതിലൂടെ നമ്മൾ കേബിൾ ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് വശം കണ്ടില്ല, ചുമരുന്ന് ഏകദേശം 4 ഇഞ്ച് ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാമ്പ് ചെയ്യാനും അതുപോലെ മറ്റ് ഇതിനൊക്കെ കൈയടിക്കാനും എല്ലാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. ചില ഭാഗങ്ങളിലേക്ക് കാണാൻ തൊട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഉള്ളിലൂടെ കൈയിട്ട് കണ്ട് നമുക്ക് ക്ലാമ്പ് ചെയ്യാനും അതുപോലെ ടൈ അടിക്കാനും അതിൻ്റെ അങ്ങനെയുള്ള വർക്കുകളൊന്നും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാൻ ശ്രമിക്കാം. ഈ ഒരു 2 ഫ്ലാറ്റ് സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഇതിലാണ് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത്. കേബിൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ക്ലാമ്പ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ്. നെറ്റ് ബോൾട്ടൊക്കെ ടൈറ്റാക്കാണ് ഇങ്ങനെ 2 വെച്ചിട്ടുണ്ട്. ടൈ അടിക്കുന്നതാണെങ്കിൽ ഒന്നിന് ടൈ അടിക്കും ചെയ്യുക, ക്ലാമ്പ് ചെയ്യുക, രണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് താഴേക്ക് 3 ഫ്ലോറും, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴെ വശം വരെ നമ്മൾ ഈ ട്രേ റെഡിയാക്കിയിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇലക്ട്രിക്കൽ നമ്മൾ MSP കാര്യങ്ങളും ട്രാൻസ്ഫോർമർ, MSB, SSB ഒക്കെ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ ട്രെയിൻ്റെ ബാക്കിയുള്ളത് ഈ റൂട്ടിലൂടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UG കേബിളൊക്കെ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി എല്ലാം കറക്റ്റാക്കിയിട്ട് നമ്മൾ കേബിൾ ട്രേയിൽ ലേ ചെയ്തിട്ട് ടൈയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഈ വർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് കേബിളിൻ്റെ ചെയ്തതിന് ശേഷം എത്രത്തോളം വൃത്തിയുണ്ട്, നല്ല അടിപൊളിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ വർക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ ഒരു ഏരിയയിൽ MSB, ഇവിടെ SSB കാണണം. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഏരിയയും ഇവിടെയാണ്. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അതൊക്കെ ആ ഒരു സമയത്ത് ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാളേഷൻ്റെ സമയത്തും കേബിളിൻ്റെ ടെർമിനേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഈ കേബിൾ ലൈൻ ചെയ്തതിന് ശേഷം ടൈയൊക്കെ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതിൽ ഒരു 5 മാസം മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ടെർമിനേഷൻ UG കേബിളിൻ്റെ വർക്കുകളൊക്കെ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ വിട്ടുപോയി. ഇങ്ങനെ വർക്കിൻ്റെ തിരക്കും അതുമായി ബന്ധപ്പെട്ട അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലുള്ള എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും, അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഷെയറും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ ചെയ്താലേ നമുക്കതൊക്കെ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.